ഇത് യുദ്ധകാലമാണ്. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. അവസരം മുതലെടുക്കാൻ നോക്കരുത്. ഇതാണ് BJP-ക്കാരോട് പറയാനുള്ളത്. കിട്ടിയ അവസരത്തിൽ പരമാവധി മുസ്ലിമുകളെ ഉപദ്രവിക്കുക, അവരിൽ പലരെയും ആക്രമിക്കുക. ഇത്രയും നാള് BJP മുസ്ലിമുകൾക്കെതിരെ തിരിയുന്ന വേളയിൽ രാജ്യത്തെ 3/4 ജനങ്ങളെങ്കിലും എതിർത്തിരുന്നുവെങ്കിൽ ഇന്നവർക്ക് ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം ആരാണ് പാകിസ്ഥാനികൾ, ആരാണ് ഇന്ത്യക്കാർ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ മുസ്ലിമുകൾ പാകിസ്ഥാനെ പിന്തുണ നൽകുന്നു എന്നാരോപിച്ച് BJP-ക്കാർ അവരെ എടുത്തിട്ട് കുടഞ്ഞാലും നമുക്കൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണുള്ളത്. ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളികൾക്ക് നേരെയുണ്ടായ ആക്രമണമാണ് ഈ സാഹചര്യത്തിൽ BJP അവസരം മുതലെടുക്കുകയാണ് എന്ന പ്രസ്താവനയ്ക്ക് പിന്നിൽ. പല മുഖ്യധാരാ മാധ്യമങ്ങളും മുക്കിക്കളയുവാൻ സാധ്യതയുള്ള ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാം ഈ രാജ്യത്തിന്റെ പോക്ക് ഏത് ദിശയിലേക്കാണെന്ന്. ഉത്തർപ്രദേശിലെ ഇന്ത്യ-നേപ്പാൾ അതിർത്തിയിലെ സർക്കാർ ഭൂമിയിൽ നിന്നും മദ്രസകളും പള്ളികളും പൊളിച്ചു നീക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ. കയ്യേറ്റം എന്നാരോപിച്ചായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഈ നടപടി. ഉത്തർപ്രദേശിലെ ഇന്ത്യ-നേപ്പാൾ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന 20 പള്ളികളും മദ്രസകളുമായിരുന്നു പൊളിച്ചു നീക്കിയത്. അതേസമയം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഏപ്രിൽ 25 മുതൽ 27 വരെയായിരുന്നു നടപടി. ബഹ്റൈച്ച്, ശ്രീരാവതി, സിദ്ധാർത്ഥ് നഗർ, മഹാരാജ്ഗഞ്ച്, ബൽറാംപൂർ, ലഖിപൂർ ഖേരി ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ 100 കണക്കിന് കയ്യേറ്റങ്ങൾ റവന്യൂ കോഡിലെ സെക്ഷൻ 67 പ്രകാരം നീക്കം ചെയ്തതായിട്ടാണ് സംസ്ഥാന സർക്കാർ ഞായറാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അംഗീകാരമില്ലാത്ത മദ്രസകൾക്കെതിരെയും നടപടി സ്വീകരിച്ചതായും സർക്കാർ പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ നൌഗൺ തഹസിൽ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ചു എന്നാരോപിച്ച് ഒരു പള്ളിയും മദ്രസയും ഉൾപ്പെടെ 5 നിർമ്മിതികളാണ് പൊളിച്ചു നീക്കിയത്. ജില്ലയിലെ ഷഹ്റാസ്ഗഞ്ച് തഹസിൽ 6 സ്ഥലങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തിയതായും അധികൃതർ ആരോപിക്കുന്നു. മഹാരാജ്ഗഞ്ച് ജില്ലയിലെ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലുണ്ടെങ്കിലും ബാക്കിയുള്ളവയിൽ ഒഴിപ്പിക്കൽ, പൊളിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ പറയുന്നു. അതേസമയം കയ്യേറ്റങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യാനും അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായ നിരീക്ഷണം നടത്തുവാനും ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേ പേരിൽ പല പ്രാവശ്യം മുൻകൂട്ടി നോട്ടീസ് നൽകാതെയുള്ള പൊളിച്ചു നീക്കലിന് സുപ്രീം കോടതി വരെ യോഗിക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധ അവസരത്തിൽ ഇത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി പോലും ഒരക്ഷരം മിണ്ടാനാകാതെ നിന്നു പോവുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിംകൾക്ക് നേരെ ഒരുപാട് അതിക്രമങ്ങൾ യുദ്ധത്തിന്റെ പേരിൽ ഈ ഒരാഴ്ച കൊണ്ട് നടന്നു കഴിഞ്ഞു. ഗർഭിണിയായ മുസ്ലിം യുവതിക്ക് ചികിത്സ നിഷേധിക്കുക, കാശ്മീരി വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുക, മുസ്ലിം യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുക, ഇതെല്ലാം നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 20ഓളം അനാവശ്യ ആക്രമണമാണ് യുദ്ധത്തിന്റെ പേരിൽ മുസ്ലിം ജനത അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. നുഴഞ്ഞു കയറ്റക്കാരെന്ന അധികാരികൾ പോലും മുദ്ര കുത്തുമ്പോൾ അത് കേൾക്കുന്ന 100 ആളുകളിൽ ഒരുത്തനെങ്കിലും ആക്രമിക്കാതിരിക്കുമോ? ഒന്നുകൂടി അവസാനമായി ചേർക്കുന്നു, തിരിച്ചറിയുക. രാജാവിനെതിരെ ജനവികാരമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാകുന്നത് രാജതന്ത്രമാണ്.